Welcome to all of you students. Today I have നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ഫാക്ടർ ഭാഗം കുറച്ച് ഭാഗം നമ്മളത് പറഞ്ഞു കൊടുത്തു. അതില് ഹോർട്ടിക്കൾച്ചറിന്റെയും എന്താണ് മറ്റേ പാസ്റ്റിസൈഡ്സ്, അതായത് പാസ്റ്റിസൈഡ് നമ്മൾ പറഞ്ഞു വന്നത് അടിമകളല്ല പാസ്ട്രോളിസം എന്ന് വെച്ചാൽ ഈ വേടന്മാർ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗമാണ് കേട്ടോ. അവരാണ് ഈ വേ ഓഫ് ലൈഫ് വെച്ച് അവർ തൊഴിലിന് വേണ്ടി മാറി മാറി നടത്തുകയും അതനുസരിച്ചിട്ടുള്ള ഡൊമസ്റ്റിക് അനിമൽസിനെ വളർത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതല്ലേ. അപ്പൊ അതില് ത്രീ ഫോംസ് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൃഷി രീതികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രോവിംഗ് പ്ലാന്റ്സിൽ വളർത്താനും ക്രോപ്സുകൾ, ധാന്യങ്ങള്, വെജിറ്റബിൾസ് ഉണ്ടാക്കാനും, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഓർണമെന്റൽ പ്ലാന്റ്സ്, ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുകയും അതനുസരിച്ച് ആളുകളെ എന്ത് ചെയ്യും, ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ചെയ്യും. അതാണ് ഹോർട്ടിക്കൾച്ചറിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഹോർട്ടിക്കൾച്ചറിൽ ഫൗണ്ട് ചെയ്തത് എങ്ങനെയാണ്? ഫൗണ്ടർ ഇൻ ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി കുറെ സബ്സ്കീംസ് കോമ്പോണന്റ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലെ. ഹോർട്ടിക്കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസും കൃഷി വിജ്ഞാൻ കേന്ദ്രാസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഓരോ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാന്ന് വെച്ചാൽ സബ്സ്കീം ഏതൊക്കെയാണ്? നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ, പിന്നെ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫോർ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റ്, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ നാഗാലാൻഡ്, ഇങ്ങനെ കുറെ മിഷൻസ് അല്ലെങ്കിൽ സബ് സ്കീം ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലെ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി. അപ്പൊ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഹാസ് ബിലീവ്ഡ് ടു ഹാവ് ഡെവലപ്ഡ് ഫ്രം ഇയർ ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് സൊസൈറ്റീസ്. 19th സെഞ്ചുറിക്ക് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഇന്ത്യയിൽ അതിനുശേഷമാണ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് വന്നത്. വില്യം കാരെയാണ് ഫസ്റ്റ് ഫൗണ്ടഡ് ഇൻ ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ. Okay. Then 3 forms of horticultural practice prevalent in India. 3 ഫോംസിലാണ് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ: പോമോളജി, ഒലേറിക്കൾച്ചർ, ഓർണമെന്റൽ. അപ്പൊ അത് 3ഉമാണ് നമ്മുടെ പറഞ്ഞു പോകുന്ന പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. അതില് എന്താണ് പോമോളജി, എന്താണ് ഒലേറിക്കൾച്ചർ എന്ന് പറഞ്ഞ് 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു പോകാം. Okay. Pomology. Briefly explain 3 divisions of horticulture. Pomology studies about fruits and its cultivation, basically science of growing fruits and nuts. ഇതില് ഈ സയൻസ് പറയുന്നത്, ഈ ബേസിക്കലി സയൻസ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിന്റെ വളർച്ചയെ കുറിച്ചും അതിന്റെ കൾട്ടിവേഷനെ കുറിച്ചും പറയുന്ന ഇതാണ് പോമോളജി എന്ന് പറഞ്ഞ സ്റ്റഡി. ഇത് ശാസ്ത്രീയ പേരാണ് പോമോളജി. ഓൾസോ ഇൻക്ലൂഡിംഗ് പ്ലാന്റിംഗ്, ഹാർവെസ്റ്റിംഗ്, മാർക്കറ്റിംഗ് ഓഫ് ഈ പ്രോഡക്റ്റിന്റെ പ്ലാന്റിംഗ് എങ്ങനെയാണ്, ഹാർവെസ്റ്റിംഗ് എന്താണ്, സ്റ്റോറിംഗ് എന്താണ്, മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് ആർ ഡിവൈഡഡ് ബൈ ഹോർട്ടിക്കൾച്ചർ. 3 fruits are the fruits grown shrubs. അതായത് ഫ്രൂട്ട്സ് നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ 3 ഫ്രൂട്ട്സ് രീതിയിലുണ്ട്. അതിന് നമ്മൾ ഹെർബുകള്, ഷ്രബുകള്, അതായത് മോളി കയറി വളർന്ന് അല്ലെങ്കിൽ പടർന്ന് പന്തലിച്ച് പോകുന്നതും, അങ്ങനെ പല പല നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെ, ഹെർബ്, ഷ്രബ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ? ഓറഞ്ച്, പ്ലം, പീച്ച്. ഇപ്പൊ ഇതിന്റെയൊക്കെ കൾട്ടിവേഷനാണ് നമ്മുടെ കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ഓരോ ക്ലൈമറ്റ് വേരിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പല ഭാഗങ്ങളിലും എന്താണ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് such as orange, plum, peach, etc. are known as true fruits, simple fruits, because these fruits are grown only from tissues of an ovary. അതിന്റെ ഇതനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് എങ്ങനെയാണ് വളർച്ച, ടിഷ്യൂസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടിഷ്യൂസ് ചെറിയ ചെറിയ ഇതുണ്ടാവൂലേ, ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറയാം, അതുപോലെ അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളത്. പിന്നെ എന്താണ് ആപ്പിൾ, പിയർ, സ്ട്രോബെറി. ഓൺ ദ അതർ ഹാൻഡ് ഫോൾസ് ഫ്രൂട്ട് മരങ്ങളായിട്ട് വളരുന്ന കുറെ ഫ്രൂട്ട്സുകളുണ്ട്, ടിഷ്യൂസ് അല്ലാതെ ബോത്ത് വളർച്ചയിലൂടെ അല്ലെങ്കിൽ മരങ്ങളായിട്ട് ആപ്പിൾ, പിയർ, സ്ട്രോബെറി ഇതൊക്കെ. ഒലേറിക്കൾച്ചർ എന്ന് വെച്ചാൽ സയൻസ് ഓഫ് ഗ്രോവിംഗ് വെജിറ്റബിൾസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒലേറിക്കൾച്ചർ. ദിസ് ഹോർട്ടിക്കൾച്ചർ ഈസ് എൻഗേജ്ഡ് കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് സച്ച് ആസ് ടൊമാറ്റോസ്, കോൺ, ബീൻസ് എക്സെട്ര. ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഒലേറിക്കൾച്ചർ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി പർപ്പസ് ഓഫ് സെല്ലിംഗ് പ്രൈമറി പർപ്പസ് പ്രോഡക്ട്സ് സെൽ ചെയ്യുക. ഒലേറിക്കൾച്ചർ 2 types of herbaceous products are produced. Difference between these 2 types of herbaceous products mainly relates to public usage in the under the first category. Publicly ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഫസ്റ്റ് കാറ്റഗറി, consumed only after by cooking,
cooking and other products to eat. നമ്മൾ ഭക്ഷണ രീതിക്ക് ഉപയോഗിക്കുന്നു. Nowadays floricultures wide areas of landലാണ് അല്ല ധാന്യങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മോഡേൺ ടെക്നിക്കിൽ എന്താണ് മോഡേൺ ടെക്നിക്ക് വന്നതോടുകൂടി എന്താണ് ഇതിന്റെ പർപ്പസ് പുറം രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ തുടങ്ങി. മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് പർപ്പസ് ട്രേഡിംഗ് വരെ നമ്മൾ സഹായിച്ചു. പിന്നെ ഓർണമെന്റൽ ആർട്ടിക്കൽസ് കൾട്ടിവേറ്റ് പ്ലാന്റ്സ് ഹാവ് യൂസ്ഡ് ഡെക്കറേഷൻ. ഓർണമെന്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേഷൻ വേണ്ടി യൂസ് ചെയ്യിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഹോർട്ടിക്കൾച്ചർ. ഗ്രീൻ ഇൻഡസ്ട്രി പച്ച പിടിപ്പിച്ചെടുക്കുന്ന ഇൻഡസ്ട്രി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഓർണമെന്റൽ ഹോർട്ടിക്കൾച്ചർ. ഓർണമെന്റൽ പ്ലാന്റ്സ് ആർ എസ്തെറ്റിക് വാല്യൂസ് കൺസേൺഡ് വിത്ത് ആർട്ട് ആൻഡ് ബ്യൂട്ടി. ആർട്ട് ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടി കൺസേൺ ചെയ്തിരിക്കുന്നതാണ് ഓർണമെന്റൽ പ്ലാന്റ്സ്. പ്ലാന്റ്സ് സച്ച് ആസ് ആപ്പിൾ ഓൾസോ ഹാവ് എസ്തെറ്റിക് വാല്യൂ. ആപ്പിൾ എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് വാല്യൂവിന് വേണ്ടി മാത്രം. ബട്ട് സ്പോർട്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ബ്യൂട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിന് two types of plants ornamental horticulture പറയുന്നുണ്ട്. ഫസ്റ്റ് is floriculture in which floral products. Floral പൂക്കൾ ഉണ്ടാകുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഫ്ലോറികൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ is landscape horticulture when ornamental plants grown decorate such as maples, oaks അതൊക്കെയാണ് ornamental landscape horticulture wherein ornamental plants എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഈ 3 ഡിവിഷൻസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആണ് നമ്മുടെ ഇതിൽ പറയുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിലും ഒന്ന് ജഡ്ജാണ് അതൊന്നും പറഞ്ഞോളാം വിചാരിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്തില് പറയുന്നത് ഹോർട്ടിക്കൾച്ചറിന്റെ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും പറയണ്ട. പിന്നെ 1950s ഉണ്ടാകുന്ന കാര്യങ്ങളും എന്തൊക്കെ ഫാമിംഗ് ഉണ്ടായിരുന്നു, ഇന്നലെ ഹോർട്ടിക്കൾച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ഹോർട്ടിക്കൾച്ചർ വാസ് മെനി ആസ്പെക്ട്സ് സക്സസ്ഫുൾ മോഡൽ. എങ്ങനെയല്ല സക്സസ്ഫുൾ ആയി എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഹോർട്ടിക്കൾച്ചർ ഫേസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ക്ലൈമറ്റ് ഫർദർ മൈഗ്രേഷൻ ഇമ്പോസിബിൾ. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫേസ് ചെയ്യുന്നു. ക്ലൈമറ്റിലെ പ്രശ്നങ്ങൾ അതിനുണ്ടാകും. മൈഗ്രേഷൻ ഇമ്പോസിബിൾ ആയിട്ട് വരാം. അതിനുള്ള കാര്യങ്ങൾ. പിന്നെ മേക്ക് ഓഫ് ടെക്നോളജി പ്രൊഡക്ഷൻ മോർ എഫിഷ്യന്റ് ആയിട്ടില്ലാത്ത സമയങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ബോത്ത് ഇന്റൻസിഫിക്കേഷൻ മേക്കിംഗ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ മോർ എഫിഷ്യന്റ് എൻവയോൺമെന്റ് ബേസ് വെച്ചിട്ട് ഡിപ്ലഷൻ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഡിപ്ലഷൻ കൊണ്ട്. പിന്നെ ഹോർട്ടിക്കൾച്ചർ സെവറൽ സൈക്കിൾസ് ഓഫ് ഇന്റൻസിഫിക്കേഷൻ ടെക്നോളജിക്കൽ ചേഞ്ച് പലതരത്തിലുള്ള ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ട്. പിന്നെ ഫ്യൂ ഏരിയാസ് ഡെവലപ്പ് ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയ മോഡ് ഓഫ് പ്രൊഡക്ഷൻസ്, ന്യൂ അഡാപ്റ്റീവ് സ്ട്രാറ്റജി വിച്ച് ചേഞ്ച് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. അപ്പൊ അങ്ങനെ കൾച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ആന്ത്രപ്പോളജി ആൻഡ് archaeology, this new mode of known as intensive agriculture in agrarian state. അപ്പൊ അത് എന്താ പറയാ ഇതിൽ പറയുന്നത് ആന്ത്രപ്പോളജി ആൻഡ് ആർക്കിയോളജിക്കൽ വിഭാഗം കൊണ്ട് എന്താണ് മെയ്ഡ് ചെയ്തപ്പോൾ എന്താണ് ഇന്റൻസീവ് അഗ്രികൾച്ചറിന്റെ അഗ്രേറിയൻ എല്ലാ ഭാഗത്തും അഗ്രേറിയൻ സ്റ്റേറ്റ് ആയി മാറി. മോഡൽ ജസ്റ്റ് റെപ്രസെന്റ് വെർഷൻ ഓഫ് ആൻ ഇക്കോളജിക്കൽ. ഈ മോഡൽ നമ്മൾ ഇക്കോളജിക്കൽ മോഡലാക്കി മാറ്റി. റൈസിംഗ് പോപ്പുലേഷൻ പോപ്പുലേഷൻസ് കൊണ്ടും എൻവയോൺമെന്റ് നമ്മുടെ എൻവയോൺമെന്റ് ഡിപ്രഷൻ കൊണ്ടും നീഡ് ടു ഓർഗനൈസ് സൊസൈറ്റി ക്വാളിറ്റി പ്രൊഡ്യൂസ് മോർ ഫുഡ്. അപ്പൊ അതനുസരിച്ച് ജനങ്ങളുടെ കൂടുതൽ കൊണ്ടും എൻവയോൺമെന്റ് ഇതുകൊണ്ടും നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻസ് കൂട്ടിക്കൊണ്ട് ഇൻട്രാക്റ്റീവ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് അതർ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ഇന്റൻസീവ് അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചറിൽ ഇന്റൻസീവ് ചെയ്യാനൊക്കെ നോക്കി. അങ്ങനെയുള്ള കുറെ ആസ്പെക്ട്സ് ഓഫ് സക്സസ്ഫുൾ ഹോർട്ടിക്കൾച്ചർ സക്സസ് ചെയ്യാനുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ 3500 കോഴ്സിന് പറഞ്ഞു ശിലായുഗം, ഇരുമ്പ് കാലഘട്ടം, അങ്ങനെ ഓരോ കാലഘട്ടം, ബ്രോൺസ് യുഗം, ബ്രോൺസ് ഐറ്റംസ് 3500 വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഹോർട്ടിക്കൾച്ചർ വിഭാഗം ഏതൊക്കെയാണ് ഇതെല്ലാം നമുക്ക് എന്താണ് ഈ കോഴ്സിൽ എഴുതാം കേട്ടോ. അപ്പൊ അത്രയ്ക്കോ ഇതില് ഈ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ 8ാമത്തെ ചാപ്റ്റർ ആണ് പറയുന്നത്. എന്താണ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ? നിങ്ങൾക്കറിയാലോ, ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ. കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഹൗ ബീൻ ഷിഫ്റ്റ് ടു സൊസൈറ്റി. സൊസൈറ്റി തന്നെ പല രീതിയിലുള്ള ഷിഫ്റ്റ് ആണ്. അപ്പൊ മോഡ്സ് ഓഫ് സബ്സിസ്റ്റൻസ് ഹാവ് കെപ്റ്റ് ഇൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ, വേരി സച്ച് ഫോം ടു ഡിഫറെന്റ് എക്കണോമിക് ഡിസൈൻസ്. പല രീതിയിലാണ് ഫോം ചെയ്യുന്നത് അല്ലെ. ഒരു രീതിയിലല്ല നമ്മുടെ എക്കണോമിക് ഡിസൈൻസിൽ വ്യത്യാസങ്ങളുണ്ട്, പല രീതിയിലാണ്. അപ്പൊ among these modes comes to domestic mode of production in which production space relationship kinship എന്നാണ് പറയുന്നത്. ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ ബേസ് ചെയ്യുന്ന ഓരോ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മുടെ മാറ്റങ്ങളുണ്ട്. അത് വെരി ഇമ്പോർട്ടന്റ് അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. ബേസിക്കലി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ റിലേഷൻസ്, പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന റിലേഷൻ, പ്രൊഡക്ഷൻ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത്. മാക്സ് ഹാഡ് മെൻഷൻഡ് അബൌട്ട് ഫോർ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. മാക്സ് എന്ന് പറഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ തിയററ്റിക്കൽ ആയിട്ടുള്ള ആളാണ് മെൻഷൻ ചെയ്ത് ഇങ്ങനെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ മെൻഷൻ ചെയ്ത് പോകുന്നത്. ഏഷ്യാറ്റിക് ആൻഷ്യൻ ഫ്യൂഡൽ എന്താണ്, ഏഷ്യാറ്റിക് ഭാഗം ആൻഷ്യന്റ് ഫ്യൂഡൽ എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്തിനു വേണ്ടിയാണ്? ഏഷ്യാറ്റിക് യുഗം, ആൻഷ്യൻ യുഗം, ഫ്യൂഡൽ യുഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഫിസിക്കൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു വിച്ച് വാല്യൂ സ്റ്റാർട്ടഡ് ബൈ
labor and the capital thereby converted into sellable commodity. ഈ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ശാരീരികമായ ഫിസിക്കൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് വാല്യൂ, അതിന് വാല്യൂ ഉണ്ടാക്കാനും അതിന് വേണ്ടി ലേബർ തൊഴിലാളികൾ ഉണ്ടാക്കാനും ക്യാപിറ്റൽ thereby converted into ക്യാപിറ്റൽ എന്ത് ചെയ്യൂ കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും സെല്ലബിൾ വിൽപ്പന ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനൊക്കെ നമ്മൾ നോക്കി. അങ്ങനെ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസിൽ ഫീമെയിൽ ഡൊമിനേറ്റിംഗ് പ്രൊഡക്ഷൻ സിസ്റ്റം, ഫീമെയിൽസ് ഡൊമിനേറ്റിംഗ് പ്രൊഡക്ഷൻ സിസ്റ്റം, പ്രൊഡക്ഷൻസിന് മാത്രം അല്ലെങ്കിൽ കുക്കിങ്ങിന് മാത്രം എൻഗേജ് ചെയ്തിരുന്നത് പിന്നീട് ബിക്കോസ് മെയിൽ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ടു നാച്ചുറൽ റിസോഴ്സ് അങ്ങനെ കുറെ റിലേഷൻഷിപ്പ്. അതിനുശേഷം എന്താണ് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങളും നമ്മുടെ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, പലതരത്തിലുള്ള മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. Modes of production means the process in which different things are used to produce things required to fulfill necessities of life. Transforming human, അതായത് നമ്മൾ പല പല അവൈലബിൾ ടെക്നോളജി ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് പ്രൊഡക്ഷന്റെ രീതികളിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അതിനാണ് നമ്മൾ 3 യുഗത്തിൽ പറഞ്ഞത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ആൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഔട്ട്പുട്ട് വാസ് ദ പ്രിമിറ്റീവ് സൊസൈറ്റി. നമ്മൾ പ്രിമിറ്റീവ് സൊസൈറ്റീസ് ആണ്, അവിടെ എന്താണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പീപ്പിൾ ഓൺ ദി ലാൻഡ് ആൻഡ് പ്രാക്ടീസ്. പീപ്പിൾ ആ ജനങ്ങൾ ആ തൊഴിലെടുക്കുന്ന ആളുകൾ ആ സൊസൈറ്റി തൊഴിലെടുക്കുന്നവരെ ലാൻഡ് ഓണർ അവ കളക്ട് ചെയ്യുക. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഒറിജിനൽ മോഡ് ആൻഡ് ഫ്രീ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ മുതലാളിത്തമല്ല, ഫ്രീ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്യാരക്ടറിസ്റ്റിക് സ്ലേവറി എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ മോഡ് ഓഫ് ക്ലാസ്ലെസ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ് ക്ലാസ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്, ക്ലാസ്ലെസ് വെച്ച് താഴേക്കുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. അവിടെ എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിരുന്നു അവിടെ നടത്തിയിരുന്നത്. ആൻഷ്യന്റ് വന്നപ്പോൾ ആൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വാസ് എക്സിസ്റ്റിംഗ് ബിഫോർ ദ ക്യാപിറ്റലിസ്റ്റ് മോഡ്. അത് ആഫ്റ്റർ ക്യാപിറ്റലിസ്റ്റ് മോഡ് ആണെങ്കിൽ ഇത് എന്താണ് പ്രീ ക്യാപിറ്റലിസ്റ്റ് മോഡ് ആണെങ്കിൽ ഇത് ബിഫോർ ദ ക്യാപിറ്റലിസ്റ്റ് മോഡ്. അത് ക്യാപിറ്റലിസ്റ്റ് മോഡ് മുമ്പുള്ള അല്ലെങ്കിൽ ബിഫോർ ഉള്ള ഒരു കാലഘട്ടം. വാസ് ക്യാരക്ടറിസ്റ്റിക് സ്ലേവറി ആൻഡ് ദർ വാസ് മാസ്റ്റേഴ്സ് ഓണിംഗ് ദി സ്ലേവ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഔട്ട്പുട്ട് ഒബ്റ്റൈൻഡ് ബൈ ലേബറിന് സ്ലേവ് ചെയ്തിട്ടുള്ള ഇത് വാസ് കെപ്റ്റ് ബൈ ഓണേഴ്സ്. ദർ വാസ് നോ റീപ്രൊഡക്ഷൻ റൈറ്റ്സ് ഓഫ് സ്ലേവ്സ് എന്നൊക്കെ പറഞ്ഞു. അതായത് അവിടെ എന്താണ് ആൻഷ്യൻ യുഗത്തിൽ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് മോഡല്ല, എന്നാൽ ബിഫോർ ക്യാപിറ്റലിസ്റ്റ് മോഡ് നമുക്ക് പുതിയ ക്യാപിറ്റലിസ്റ്റ് മോഡിലേക്ക് ആവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെ സ്ലേവറി ആൻഡ് ദർ വേർ മാസ്റ്റേഴ്സ് ഉണ്ടാവും. അവരായിരിക്കും അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലെ. ഒരു ഓണർ മാസ്റ്റർ ഓണിങ് സ്ലാവ്സ് ആണ്. അവര് ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പദവിയിലായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ എല്ലാ ഔട്ട്പുട്ടും ലേബർ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരും ഓണേഴ്സ് ആയിരിക്കും. അവിടെ എന്താണ് റീപ്രൊഡക്ഷൻ ഇല്ല. അവർക്ക് എന്ത് ചെയ്യും, അവർ കൊടുക്കുന്ന ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ഇതിലായിരിക്കും നമ്മുടെ സ്ലാവ്സ് റേറ്റ് എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നത്, അവരുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, നമ്പർ ഓഫ് സ്ലാവ്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതൊക്കെ ആ കെപ്റ്റ് ബൈ ഓണർ ആയിരിക്കും. അതാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞതാണെങ്കിൽ സിസ്റ്റം ലാൻഡ് ഓണേഴ്സ് പ്രൊവൈഡ് ടു ലേബർ എക്സ്ചേഞ്ച് ഫോർ ദ ലേബർ. ലാൻഡ് ഓണർ എന്ന് വെച്ചാൽ നമ്മുടെ മുതലാളികൾ പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ്, ആ ലാൻഡിലാണ് ലേബർ എന്ത് ചെയ്യുള്ളൂ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓൾ സർപ്ലസ് വാസ് കെപ്റ്റ് ബൈ ലാൻഡ്. എല്ലാ സർപ്ലസസ് ആർക്കാണ് കിട്ടുന്നത്? ലാൻഡ് ഓണേഴ്സിനാണ് കിട്ടുന്നത്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യാണ് അവരെ. ഓൾ കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് അവരെല്ലാം ഫോഴ്സ് ചെയ്ത് മേടിച്ചെടുക്കും. ഫോഴ്സ്ഡ് ബൈ ഗിവർ. അവരപ്പോ ലാൻഡ് ലോഡിന് മാത്രമാണ് അവിടെ വിധിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ് തൊഴിലാളികൾ പണിയെടുക്കാൻ മാത്രമുള്ളതാണ്. നമുക്കാണെങ്കിൽ ഭക്ഷണമില്ല, അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അക്കോർഡിംഗ് ടു മാക്സ് എക്സ്ചേഞ്ച് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ദ മാർക്കറ്റ്. മാക്സ് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, എക്സ്ചേഞ്ച് മാർക്കറ്റില് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് അണ്ടർ ദ സിസ്റ്റം. അങ്ങനെ ഒരു അണ്ടർ സിസ്റ്റം ഉണ്ടാക്കുക. ബിക്കോസ് ക്യാപിറ്റലിസ്റ്റ് ഇതിനെയാണ് നമ്മൾ ഇതെന്താണ് ബിക്കേം ദി ബേസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് മാറാം. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അണ്ടർ ദി സിസ്റ്റം ക്യാപിറ്റലിസ്റ്റ് ഓണേഴ്സ് ആർ ഡൊമിനേറ്റിംഗ് ക്ലാസസ് ആ ഓണർഷിപ്പ് ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഈ സിസ്റ്റത്തിൽ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ ക്യാപിറ്റലിസ്റ്റ് ഓണർ ആണ്. മുതലാളിത്ത രാജ്യമാണ്. അപ്പൊ മുതലാളിത്തമായിട്ടുള്ള രീതിയിലുള്ള ഓണേഴ്സ് ആണ് ഡൊമിനേറ്റിംഗ് ക്ലാസസ് ഓഫ് ഓണർഷിപ്പ്. അവരാണ് ഓണർഷിപ്പിലേക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. മറ്റത് ലാൻഡ് ഓണേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ ഒരു ലാൻഡിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയില് മാത്രം ഒരു ഓണർ ഉണ്ടാവുമല്ലോ. അതിനെന്ത് പറയുന്നത് മലയാളത്തിൽ ഒരു കൃത്യത എന്താ പറയുന്നത് വെച്ചാൽ നേതാവോ അങ്ങനത്തെ പേര്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഓണേഴ്സ് വെച്ചാൽ മുതലാളിത്തമായി അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് എല്ലാം, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അധികാരം അവർക്കാണ്. ഓണർഷിപ്പ് ഓഫ് എല്ലാ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ.
Their aim was to sell the produce for earning. അവിടെ aim എന്താണ്? Produce ചെയ്ത earn profit ഉണ്ടാക്കുക അല്ലെ? Laborers are employed on contract. Laborers are employed on contract and paid wages of their work. അതിനുശേഷം തന്നെ ലേബേഴ്സിന് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി എംപ്ലോയിഡിന് അല്ലെ, ഒരു വേജസ്, ഒരു പെയ്ഡ് വേജസിന്റെ കോൺട്രാക്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഹാവ് ഫുൾ കൺട്രോൾ ഉണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക, അതനുസരിച്ചുള്ള കൺട്രോളും കാര്യങ്ങളും വേജസ് കൊടുക്കാന്നുള്ള, തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ അവർക്ക് ഉയർച്ചയില്ല. തൊഴിലാളികൾ എന്ന് തൊഴിലാളികളാണ്, മുതലാളികൾ എന്ന് മുതലാളികളാണ്. ആ ഒരു രീതിയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഈക്വലൈസേഷൻ ഇല്ലാന്ന്. Domestic mode of production. Domestic mode of production is the domestic mode of production involves process of producing material of commodity. Produce materials of commodity. അതായത് പ്രൊഡ്യൂസ് ചെയ്യുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക, മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുക വിത്ത് ഡൊമസ്റ്റിക് ഗ്രൂപ്പിന്. ഡൊമസ്റ്റിക് ഗ്രൂപ്പിന് വേണ്ടി മാത്രം, നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാം. In evolutionary stage of society, there was a stage characteristic in social relation. കുറച്ച് കഴിഞ്ഞപ്പോൾ stages of society, evolutionary stages of society, there was a ഒരു സ്റ്റേജ് ക്യാരക്ടറൈസ് ചെയ്തു. അതിന് തന്നെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് പീപ്പിൾസിന് ഉണ്ടാക്കാനും അതനുസരിച്ചുള്ള എഫോർട്ട് എടുത്ത് കൺവേർട്ട് ചെയ്ത് നാച്ചുറൽ എനർജി പ്രൊഡ്യൂസിംഗ് ഡൊമസ്റ്റിക് കമ്മോഡിറ്റി യൂസ് ലേബർ. അപ്പൊ ഒരു നാച്ചുറൽ എനർജി കൺവേർട്ട് ചെയ്ത് അതനുസരിച്ചുള്ള നാച്ചുറൽ എനർജി എന്ന് വെച്ചിട്ടുള്ള തീയും സാധനങ്ങളൊക്കെയാണ്, പ്രകാശം, സൂര്യപ്രകാശം കൊണ്ടുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസ് ഉപയോഗിച്ച് യൂസിങ് ലേബർ, സ്കിൽസ്, നോളജ് ആൻഡ് ടൂൾസ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കമ്മോഡിറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങി. We know that production system significant place to economic psychology. ഇത് പ്രൊഡക്ഷൻ സിസ്റ്റം സിഗ്നിഫൈ ചെയ്യുന്നത് സ്ഥലത്തിന്റെ എക്കണോമിക് സൈക്കോളജി എത്രത്തോളം ഉണ്ട് ആ പ്ലേസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രൊഡക്ഷൻ സിസ്റ്റം പ്ലാൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞു വന്നത്. ക്യാപിറ്റലിസ്റ്റ് മോഡൽ പ്രൊഡക്ഷൻ ഹാസ് ബാലൻസസ് ബിറ്റ്വീൻ ദ ഡൊമിനൻസ് ആൻഡ് ബീങ് ഡൊമിനേറ്റഡ്. ഡൊമിനൻസ് ആൻഡ് ഡൊമിനേറ്റഡ് എന്നാണ് പറയുന്നത് ഡൊമസ്റ്റിക് മോഡൽ പ്രൊഡക്ഷൻ പറയുന്നത്. ലെവൽ ഓഫ് കൺസംഷൻസ് ആർ പ്രോമിനന്റ് പ്ലേസ് വിച്ച് ആർ ബേസ്ഡ് എനി ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇതില് എറിക് വോൾഫ് ആന്ത്രപ്പോളജി, എറിക് വോൾഫ് എന്ന് പറഞ്ഞത് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്, കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ് എറിക് വോൾഫ്. അറ്റ് ഫസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ വർക്ക്. അയാളാണ് ഇത് ആദ്യമായി മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച്, വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ടേം ഡൊമസ്റ്റിക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫസ്റ്റ് പോയിന്റ് ദ വർക്ക്സ് ഓഫ് മെയിൽ ആൻഡ് സെക്സ്. ഹിസ് വർക്ക് മിലോസെക്സ് എന്നാണ്, മിലോസെക്സ് എന്ന് പറഞ്ഞ മിലോസോക്സ് എന്ന ആള് വർക്ക് മെയ്ഡൻസ് Meal and Money. Maidens, Meal and Money in the book, book Capitalism and the Domestic Community was published in 1981. Book textbook അല്ലെങ്കിൽ the book work ചെയ്തു. ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചു ഒരാള്. According to him, the domestic mode of production has family and lineage the main production of reproduction units and production means for their own living. നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ ഒരു ഫാമിലിയിലെ ഡൊമസ്റ്റിക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ മെയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്. മെയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അല്ല, റീപ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. മീൻ ഫോർ ദർ ഓൺ ലിവിങ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിക്കുന്നതിന് വേണ്ടി, സിറ്റുവേഷന് വേണ്ടി, നമ്മുടെ പ്ലേസിൽ അതനുസരിച്ച് ജീവിക്കുന്നതിനൊക്കെ വേണ്ടി. Social relationship of the people are determined by the control of on the means human reproduction and not by the means of production. സോഷ്യൽ റിലേഷൻഷിപ്പ്, ജനങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹികപരമായിട്ട് റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് എന്താണ് ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഒരു കാര്യങ്ങള് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഒരു ഓരോ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അത് ആ കൺട്രോൾ ഡിറ്റർമിൻ ചെയ്യുന്നത് കൺട്രോൾ ഓൺ ദ മീൻസ് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമന്റെ മനുഷ്യന് അതനുസരിച്ച് പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ ചെയ്യുക, അതനുസരിച്ച് എന്താണ് അതിന് പ്രൊഡക്ഷൻ ഒരു മീൻസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാം. Domestic product production, there is no dominance in the labor. അത് ലേബറിന്റെ ഡോമിനൻസ് ചെയ്യുന്നില്ല. ഈ ഓർഗനൈസ്ഡ് ബേസ്ഡ് റിലേഷൻഷിപ്പ് അവിടെ എന്താണ് ഓർഗനൈസ് ചെയ്യുന്നത്? ബേസ്ഡ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. പ്രൊഡക്ഷൻ ഈസ് ബേസിക് കിൻഷിപ്പ്. കിൻഷിപ്പ് ഇസ് റിലേഷൻഷിപ്പ് ഇൻ എ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി കോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് വലിയ കാര്യത്തിൽ പോകണ്ട. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, പവർ ആൻഡ് കൺട്രോൾ ഓഫ് ദ വിമൻ. പാട്രിയാർക്കി എന്ന് വെച്ചാൽ പവർ ആൻഡ് കൺട്രോൾ ഓഫ് ദി മെൻ എന്നാണ്. പവർ ആൻഡ് കൺട്രോൾ ഓഫ് ദി മെന്നിനാണ് അതിന്റെ പവർ കൺട്രോൾ എല്ലാം കിടക്കുന്നത്. ക്ലാസ് ബേസ്ഡ് സൊസൈറ്റി, ഒരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിനെ ബിൽഡ് ചെയ്തു. ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ കംസ് ചെയ്തപ്പോൾ എന്താണ് ഒരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയാണ് പിന്നെ അത് ചെയ്തത്. അപ്പൊ സോഷ്യൽ റെവല്യൂഷൻ ഈ നമ്മുടെ ഹരിത വിപ്ലവം അതുപോലത്തെ സമൂഹപരമായിട്ടുള്ള അങ്ങനെയുള്ള റെവല്യൂഷൻസ് ഉണ്ടായ സമയത്ത് ഓൾസോ ചേഞ്ചസ് ഇൻ സ്ട്രക്ചർ, സൊസൈറ്റി സ്ട്രക്ചർ തന്നെ മാറ്റമുണ്ടായി, പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിൽ മാറ്റം ഉണ്ടായി. ഇറ്റ്സ് ബിലീവ്ഡ് ബൈ സം സ്കോളേഴ്സ്
കുറച്ച് സ്കോളേഴ്സ് അതനുസരിച്ചുള്ള സ്കോളേഴ്സ് എന്താണ് ഡ്യൂറിംഗ് ദി ഇയർ ഓഫ് ഇയറയില് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റിയുടെ അടുത്ത് സ്കോളേഴ്സ് ബിലീവ് ചെയ്തു ഫീമെയിൽസ് ടു dominate the production system, but its dominance has been taken over by the men. Females usually dominate the production dominate ചെയ്യുക അതുപോലെ തന്നെ എന്താണ് dominate the production system, but this dominance has been taken over the men. അതെന്താണ് നമ്മള് മെൻസിന് ആണുങ്ങളെ അതനുസരിച്ച് ഡൊമിനൻസ് ആയി ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ദ ചേഞ്ച് ഹാസ് ബീൻ ഡ്യൂ ടു ദ വുമൻസിന്റെ ഒരു രീതിയാണ് അങ്ങനെ. അതായത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ അവരെ അതനുസരിച്ച് ഡൊമിനൻസ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യാനൊക്കെ മെന്നിനെ സഹായിക്കണം. അല്ലെങ്കിൽ ടേക്കൺ ഓവർ ബൈ ദ മെന്നിന്റെ ഓവർ ചെയ്ത റിലേഷൻഷിപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് പവർ ആയിട്ട് കൺട്രോൾ അവർ കൺട്രോൾ ചെയ്യാനും വുമൻസിന് സാധിക്കും. The change has been due to the reasons of the male should take care of the natural resources. ഇതില് due to the മെയിൻ ആയിട്ടുള്ള കാരണം മെയിൽസിന്റെ പ്രധാനപ്പെട്ട ചേഞ്ചിന്റെ ഡ്യൂ ടു ദ റീസൺ പറയുന്നത് മെയിൽ ഷുഡ് ടേക്ക് കെയർ ഓഫ് നാച്ചുറൽ റിസോഴ്സിന് ടേക്ക് കെയർ ചെയ്യുന്നില്ല ബൈ ലേയിങ് മോർ ഓഫ് എംഫസിസ് ലൈൻ ഓഫ് മെയിൽ ഡിസെൻഡൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതായത് നമ്മൾ അതനുസരിച്ച് റിലേഷൻഷിപ്പ് അതനുസരിച്ച് പ്രൊഡക്ഷൻ നമ്മൾ കൊണ്ടുവരിക, അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സോഴ്സസ് ഉപയോഗിച്ച് അതനുസരിച്ച് ലിമിറ്റഡ് സോഴ്സസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് പ്രൊഡക്ഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റിനെ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് പറഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ it also believes that effect of these changes right of the ഫീമെയിൽസിന്റെ അവകാശങ്ങളാക്കി കൊടുത്തു. അതിനുശേഷം ക്ലാസിഫൈഡ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അവിടെ ഒരു മെയിൽസിന് വേറെ ഫീമെയിൽസിന് വേറെ. അപ്പൊ പവർ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെന്നിന് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അവരായിരുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പിന് ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായി അല്ലെ. എന്താ പറയാ ഒരുപാട് എന്താ പറയാ എഫിഷ്യൻസി ആയിട്ടുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയാണ്. അതായത് പാറ്റേൺ ഓഫ് പിന്നെ മാരേജ് ചെയ്ത വുമൻസ് എപ്പോഴും എന്താണ് വീടുകളിൽ തന്നെ ആയിരിക്കും, ഹോമിൽ തന്നെ ആയിരിക്കും. അവർ എന്തിനാണ് മാത്രമായി ഉപയോഗിക്കുന്നുള്ളൂ കുക്കിങ്ങിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പോകുന്നത്. അപ്പൊ പാറ്റേൺ ഓഫ് മാരേജ് ഹാസ് സബ്സിഡഡ് വിച്ച് ദ കപ്പിൾസ് ഗെറ്റ് സെറ്റിൽഡ് ഇൻ ദ ഹൗസ്. മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ വുമൻസ് എപ്പോഴും അങ്ങനെ കപ്പിൾസ് ഗെറ്റ് സെറ്റിൽഡ് ഒരു ഹൗസിൽ സെറ്റിൽ ചെയ്യാനും ഹസ്ബൻഡ് patrilocal marriage മെൻ ഡോമിനേറ്റഡ് ഡൊമസ്റ്റിക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ മെൻ എപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് മോഡ്സ് പ്രൊഡക്ഷൻ. അവരുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഫീമെയിൽസ് ഹാവ് കം ഔട്ട് ആസ് എ ന്യൂ ക്ലാസ്. ഫീമെയിൽ ആണ് ഹാസ് ഹാവ് കം ഔട്ട്. അവരെന്താണ് പുതിയ ക്ലാസ് ആയിട്ട് കം ഔട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ ഫ്രം എക്കണോമിക് സബോർഡിനേഷൻ വുമൺ ഹാസ് ഹൗ എൻകൗണ്ടർ അതർ ഫോംസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് സെക്ഷൽ വയലൻസ്. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഓൺ ദ ബേസ് ഓഫ് ഐഡിയോളജി മെയിൽ മെമ്പേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ റൂളിംഗ് ക്ലാസ് patrilineal system of production termed as labor work which is different from the woman. അങ്ങനെയൊക്കെ പറഞ്ഞ പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ആർ കാറ്റഗറൈസ്ഡ് ബൈ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. ഈ പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അത് എന്തെങ്കിലും കാറ്റഗറി ടെക്നിക്കൽ റിലേഷൻഷിപ്പ് കാറ്റഗറി ചെയ്യുന്നു. ആ ഇമ്പോർട്ടന്റ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇതെല്ലാം എന്താണ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആൻഡ് റിലേഷൻ കൺട്രോളിംഗ് ആൻഡ് എക്കണോമിക് കൺസേൺ പ്രോപ്പർട്ടി ഓണർഷിപ്പ്. ഒരു കൺട്രോളിംഗ് റിലേഷൻഷിപ്പ് നമ്മൾ ഒരു പവർ ആൻഡ് കൺട്രോൾ ഓഫ് ദ മെൻ ഉദ്ദേശിക്കുമ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ആ സൊസൈറ്റിയുടെ ഉള്ളിൽ ലിവിങ് ഫാക്ടറിങ്, അതായത് താമസിക്കാനുള്ള ഒരു സൗകര്യം, അവിടെ മാരേജ് ചെയ്ത് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് പല പ്രശ്നങ്ങൾക്കും പല എഫിഷ്യൻസികൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചു അല്ലെ. So what is important the process of production and the relationship controlling the economy which are concerned with the പ്രോപ്പർട്ടി ഓണർഷിപ്പ്. അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടാണ്. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അവരുടെ ലിവിങ് അല്ലെങ്കിൽ ജീവിക്കുന്ന രീതിക്ക് ഫാമിലിയുടെ ഓൺ ലിവിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓണർഷിപ്പ് വേണം. അതായത് പ്രോപ്പർട്ടിക്ക് ഒരു ഓണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ അങ്ങനെ ഒരു കൺസേൺ ചെയ്തു. നിങ്ങൾക്കറിയാലോ നമുക്ക് ഒരു ഹൗസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇപ്പോൾ സൗകര്യങ്ങൾ പിന്നീട് ഉണ്ടായി. This relationship are not those between the labor class and the employer classes. റിലേഷൻഷിപ്പിന് ഒരിക്കലും എന്താണ് ലേബർ ക്ലാസ്സോ എംപ്ലോയർ ക്ലാസ് ഒരു തരംതിരിവില്ല അവിടെ. സോഷ്യൽ റിലേഷൻഷിപ്പ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി കളക്റ്റീവ് പ്രൊഡ്യൂസ്. അവരാണ് മെമ്പേഴ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാമായിട്ട്. അത് അവിടെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളക്റ്റീവ് അവരാണ് കളക്ട് ചെയ്യുന്നത് അവരുടെ സാധനങ്ങൾ. ഓക്കെ അങ്ങനെയായി.
The process will involve appropriation of products in which all members specific group are there. Appropriation of the produce cannot be done by strangers or by the members belong to other groups. Appropriation of the produce ഒരിക്കലും strangers cannot be done അല്ല, അവർക്ക് തന്നെ appropriate ചെയ്തെടുക്കാം by the members belong to other groups. എന്നാണ് primitive communism principles of customs and belief systems which govern production of goods and services of in the days of primitive consumers. ഒരു പ്രിൻസിപ്പിൾ, ഒരു കസ്റ്റംസ് പ്രിൻസിപ്പിൾ, ഒരു റൂൾസ് ആണ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അത് കൊണ്ടുവരുന്ന ബിലീഫ് സിസ്റ്റം, ഒരു ഗവേണിംഗ് പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്റ്റും ഏത് രീതിയിലുള്ള ഗവേൺ സൊസൈറ്റി ആണോ ആ കമ്മ്യൂണിസത്തിന് പ്രിമിറ്റീവ് എങ്ങനെ എന്താണ് സൊസൈറ്റിയിൽ വരുന്നത് അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ അഗ്രികൾച്ചർ, ഹണ്ടിങ്, ഗ്യാതറിംഗ്, ഫിഷിംഗ്, അതെല്ലാം സിസ്റ്റം. പ്രൈമറി മോഡ് ഓഫ് എക്സ്ചേഞ്ച് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഇസ് ഫൗണ്ട്. പ്രൈമറി മോഡ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് സിസ്റ്റം ബാർട്ടർ സിസ്റ്റം ഉണ്ട്. അതായത് ബാർട്ടർ സിസ്റ്റത്തിനാണ് ഇത് പറയുന്നത് പ്രിമിറ്റീവ് മോഡ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഒരു സ്ഥാനത്ത് പേര് പല സ്ഥാനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഇസ് ഫൗണ്ട്. അവരാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഫൗണ്ട് ചെയ്തത്. കാൾ മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ആൻഡ് ഫസ്റ്റ് proposed this idea which social relationship with egalitarian common ownership system. അപ്പൊ ഇയാളാണ് ഈ കാൾ മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ആൻഡ് ഫസ്റ്റ് പ്രൊപ്പോസ് ചെയ്ത് ഈ ഐഡിയ പ്രൊപ്പോസ് ചെയ്തത്. എന്ത് ഏത് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ് ബേസ് ചെയ്ത് പോകുന്നത്, കോമൺ ഓണർഷിപ്പ് പാറ്റേൺ എങ്ങനെയാണ്, കളക്റ്റീവ് റൈറ്റ്സ് ഓഫ് ദ ബേസിക് റിസോഴ്സ് ഇൻ ദ സൊസൈറ്റി. ഇതാണ് എന്തെല്ലാം റൈറ്റ്സ് ആണ് നമുക്ക് കളക്റ്റീവ് ഒരു ബേസിക് റിസോഴ്സ് സൊസൈറ്റിയിൽ എന്തൊക്കെ ബേസിക് റിസോഴ്സസ് വേണം, എന്തെല്ലാം റൈറ്റ് വേണം എന്നൊക്കെ കളക്ട് ചെയ്ത് പോയത് ഇതിന് വന്നിട്ടാണ്. Primitive communism does not encourage private ownership. അതിന് primitive communism ഒരിക്കലും എന്തിനാ എൻകറേജ് ചെയ്യുന്നില്ല പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. എന്താ പ്രൊഡ്യൂസ് ജനറേറ്റഡ് ഇസ് കളക്റ്റീവ്ലി കൺസ്യൂംഡ്. ഇവര് പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ജനറേറ്റഡ് കളക്റ്റീവ്ലി കൺസ്യൂംഡ് വിത്ത് ഹെവി സർപ്ലസ് ഓഫ് ഫുഡ്. സർപ്ലസ് ഓഫ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പ്രൊഡക്ഷനുള്ള ജനറേഷൻ ചെയ്യാനുള്ള കാര്യം, കൺസ്യൂം ചെയ്യാനുള്ള കാര്യം മാത്രമാണ് എന്താണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റിൽ പറയുന്നത്. ഓൾ ദിസ് പേഴ്സൺസ് ആർ ഏബിൾ ടു ഗെറ്റ് എൻഗേജ്. എല്ലാ പേഴ്സൺസ് എന്ത് ചെയ്യുക, get engaged in food production and consumption equally, and all the tools are owned by the community. എല്ലാ ടൂൾസിന്റെയും കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ടാകുക, ഓൺഡ് ആയിരിക്കും, അവരവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി, കൺസംഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈക്വൽ ഡിവിഷൻ ലേബർ ബിറ്റ്വീൻ ആൻഡ് വുമൻ ആൻഡ്. അപ്പൊ അവിടെ എന്താണ് അയാളായി കാൾ മാർക്സ് ഒക്കെയാണ് എന്ത് കൊണ്ടുവന്നത്, ഈക്വൽ ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, ബോത്ത് ഓഫ് ഹും ആർ ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ഈ രണ്ടും ഇൻവോൾവ് ചെയ്യണം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. ഈ മെന്നും വുമണും ഇൻവോൾവ് ചെയ്തിരിക്കണം. The woman used to perform gathering related activities. The woman used ചെയ്തിരിക്കുന്നത് perform ചെയ്യുന്ന ഒരു gathering ആയിട്ട് related activities ആണ്. Men are engaged in hunting of animals. പണ്ട് ഇത് അതിനുശേഷം ഇതിനെല്ലാം തന്നെ ഓൾഡ് ഏജിലാണ്. ഓൾഡ് ഏജിലാവുമ്പോ യങ് അല്ലെങ്കിൽ യങ് ആൻഡ് ഓൾഡ് ഏജ് ആൻഡ് പ്രഗ്നന്റ് വുമൺ ആർ പ്രൊട്ടക്ട്. ഇതൊക്കെ എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റിയും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ ശേഷം ഒരുപാട് മാറ്റങ്ങൾ. പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റിൽ ഒരിക്കലും എന്താണ് പ്രൈവറ്റ് ഓണർഷിപ്പ് എൻകറേജ് ചെയ്യുന്നില്ല. അവരെന്താണ് സമൂഹത്തിൽ മൊത്തത്തിൽ ഫുഡ് പ്രൊഡക്ഷന്, ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൂൾസും അവരുടെ ഓൺഡ് ബൈ ദ കമ്മ്യൂണിറ്റി. അവിടെ കമ്മ്യൂണിറ്റിക്കാണ് ഓൺഡ് കൊടുക്കുന്നത്. അതൊക്കെയാണ് പറഞ്ഞു വന്നത്. ക്രിട്ടിക് ടു ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് റെസ്പോൺസസ്. എന്തൊക്കെ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്റെ റെസ്പോൺസ് പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ നെവർ എക്സിസ്റ്റഡ്. Many scholars are the opinion that the domestic mode of production never existed അല്ല. many ധാരാളം സ്കോളേഴ്സ് പറയുന്നത് അവരുടെ ഒപ്പീനിയൻ പറയുന്നത് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും നെവർ അല്ല എന്നാണ് പറയുന്നത്. മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ഹാഡ് ഓൺലി ഫൗണ്ട് എ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മാർക്സ് ആൻഡ് ഏഞ്ചൽസ് കൊണ്ടുവന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ബട്ട് അതർ സ്കോളേഴ്സ് പോയിന്റ് ഔട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ഫൗണ്ട് ചെയ്തെങ്കിൽ വേറെ അതർ സ്കോളേഴ്സ് എന്താണ് domestic mode of production was discovered Marx and Engels, but they did not put it forward a different mode of view. അതായത് Marx and Engels ഒരിക്കലും എന്താണ് പല രീതിയിലുള്ള ഡിഫറെന്റ് മോഡ് ഓഫ് ഇത് പറഞ്ഞിട്ടില്ല. സിമിലർ ഫീച്ചേഴ്സ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് കൂടുതൽ പറഞ്ഞത് ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞു പോയത്. അതൊക്കെയാണ് അതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ അയച്ചു നോക്കാം. അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഡിഫിക്കൽട്ട് ടു ട്രേസ് ദ ട്രാൻസിഷൻ ഫ്രം ലീനേജ് ടു ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഡിഫിക്കൽട്ട് എങ്ങനെയാണ് നമുക്ക് lineage to domestic mode of production. They believed that a transition from lineage mode of production to the domestic mode was mainly an account of the existence of obstructions which did not allow development of production process. ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ അലോ ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല അവിടെ, പ്രൊഡക്ഷൻ ഫോഴ്സസ് അല്ല. സോഷ്യൽ റെവല്യൂഷൻ അല്ലെങ്കിൽ റിമൂവ്, അതൊക്കെ സോഷ്യൽ റെവല്യൂഷൻ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ റിലേഷൻഷിപ്പ്. അതിൽ പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് മോഡാണ്, വാസ് മെയിൻലി ആൻ അക്കൗണ്ട് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ. അതായത് പ്രൊഡക്ഷനെ ഫോഴ്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ അല്ല,
അതെന്ത് ഇത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള മൂവ് ചെയ്തിട്ടുള്ള കാര്യമില്ല. സ്വന്തമായിട്ടുള്ള ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, എമർജൻസി, പുതിയ രീതിയിലുള്ള ന്യൂ ഫോഴ്സ് പ്രൊഡക്ഷൻസ് എമർജൻസി അതിനെ അങ്ങനെ സർപ്ലസ് ഉണ്ട്, ജനറേറ്റ് സർപ്ലസ് ഉണ്ടാക്കിയെടുക്കുക. എക്സിസ്റ്റിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ വളർത്തിക്കൊണ്ടല്ല, അതനുസരിച്ചിട്ടല്ല, സ്വന്തമായിട്ടുള്ള ഒരു പുതിയ എമർജൻസി ഓഫ് ന്യൂ ഫോഴ്സ് ഉണ്ടാക്കുക, അതനുസരിച്ചുള്ള സർപ്ലസ് ജനറേറ്റ് ചെയ്യുക. പ്രൊഡക്ഷൻ സർപ്ലസ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈക്വൽ ഡിവിഷൻ ഫോർ കൺസംഷൻ. അവിടെ എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് കൺസംഷൻ ആൻഡ് സർക്കുലേഷൻ ഓർഡർ. എല്ലാ രീതിയിലും ഡിവിഷൻ ഓഫ് കൺസംഷൻ ഈക്വൽ ആയിരിക്കണം സൊസൈറ്റിയിലുള്ളിൽ. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഫിക്കൽട്ട് ടു ട്രേസ് ട്രാൻസിഷൻ ഫ്രം ലീനേജ് ഡൊമസ്റ്റിക്, എന്തെല്ലാം ഡിഫിക്കൽട്ട് ആണ് ഡൊമസ്റ്റിക് മോഡ് പ്രൊഡക്ഷനിൽ ട്രേസ് ചെയ്യേണ്ടി വന്നതെന്നാണ് സൊസൈറ്റിയിൽ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് ഈക്വൽ ഡിവിഷൻ ഓഫ് കൺസംഷൻ ആൻഡ് സർക്കുലേഷൻ ഓൾ ഓവർ ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇയർലി അണ്ടർ ജോയിന്റ് കൺട്രോൾ ആണ്. അവർ ജോയിന്റിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ബിക്കോസ് അതായത് നമ്മൾ മെയിനായിട്ടുള്ള കുറെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കളക്ട് ഓഫ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ഒക്കെ നടത്തുന്നത്, കൺസംഷൻ ഒക്കെ നടത്തുന്നത്, പുതിയ എമർജൻസി ഓഫ് പ്രൊഡക്ഷൻസും ഒക്കെ നടത്തുന്നത് ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടാണ്. അതെന്താണ് ലീനേജ് ഓഫ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അതാണ്. ഇനി മെൻ നെവർ ബിക്കം ദ ഹെയർസ് ഓഫ് ഒരുപാട് പോയിന്റ് ഓഫ്. പിന്നെ പൊളിറ്റിക്കൽ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് പൊളിറ്റിക്സ് ഓഫ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ? ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് റൈറ്റ്സ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് റോളാണ് ഉദ്ദേശിക്കുന്നത്. ഇക്വലിറ്റാറിയൻ അല്ല, ഇക്വലിറ്റാറിയൻ ആയിരിക്കും ആ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം ബൈ ദ നേഷൻ പാട്രിയാർക്കി ഓർ ഫോംഡ് ഐഡിയോളജി ആൻഡ് പവർ റീപ്രൊഡ്യൂസ് ദിസ് മോഡൽ. അതായത് നമ്മൾ ദേശസ്നേഹം, രാജ്യസ്നേഹത്തിനോട് കൂടുതൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു റീപ്രൊഡ്യൂസ് മോഡൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുക എന്നാണ് പറഞ്ഞത്. പൊളിറ്റിക്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷന് പൊളിറ്റിക്കലി നമ്മുടെ ഐഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായി നമ്മൾ പൊളിറ്റിക്സ് പ്രകാരമായി നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാവർക്കും റൈറ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക. അപ്പൊ ബ്രിങ്ങിങ് ഔട്ട് ആൻഡ് ഇൻക്രീസ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ബിയോണ്ട് ദ ലെവൽ ഓഫ് കൺസംഷൻ പുതിയ ഫാക്ടറികൾ, പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കൾട്ടിവേറ്റിംഗ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കും. അപ്പൊ പണ്ടൊക്കെ എന്താണ് ഹെഡ്മാൻ ആയിരുന്നു ഇയർലി സൊസൈറ്റീസിൽ ഉണ്ടായിരുന്നത്. ഫാക്ട് ഹെഡ്മാൻ അതിനു വേണ്ടി റൂൾസ് പറയുമ്പോൾ അതുപോലെ കേൾക്കുക, അവരുടെ കൂടെ നടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഒരു ലിമിറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെ. ആ പ്രോസസ്സിംഗിൽ നമുക്ക് എപ്പോഴും ലിമിറ്റിംഗ് വേരിയേഷൻസ് ഉണ്ടാവും ബേസ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പൊ ഹെഡ്മാന്റെ ഫോളോവിംഗ് കളക്റ്റീവ് ആൻഡ് വെൽഫെയറിസ്റ്റിക് അപ്രോച്ച്. ഹെഡ്മാനാണ് കളക്റ്റീവ് ആൻഡ് വെൽഫെയറിസ്റ്റിക് അപ്രോച്ച്. ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അത് കഴിഞ്ഞ ശേഷം എന്താണ് കുറെ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇൻക്രീസ് ചെയ്തു പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി വേരിയസ് അല്ലെ. മെൻ വർ ഹാവിംഗ് ഡൊമിനേറ്റിംഗ് പൊസിഷൻ ഇൻ സം സൊസൈറ്റി. മെന്നിന് ഈ ആണുങ്ങളെ ഉദ്ദേശിച്ച് മെന്നുള്ള ഡൊമിനേറ്റിംഗ് പൊസിഷൻ, ഒരു ഡൊമിനേറ്റിംഗ് പൊസിഷൻസ് സം സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടായിരുന്നു. വിച്ച് വർ ഹാവിംഗ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി അവർക്കായിരുന്നു കൂടുതലും എന്താ പറയാ ഹാൻഡിൽ പവർ ഉണ്ടായിരുന്നത്, മെന്നിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതനുസരിച്ച് തന്നെ രാഷ്ട്രീയ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ ആവണമെന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരികയും പൊളിറ്റിക്കലി രാഷ്ട്രീയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദർ എക്സ്റ്റെൻഡഡ് ഫ്രൂട്ട്സ് ആൻഡ് പൊളിറ്റിക്കൽ ഗെയിൻസ് എന്നൊക്കെ പറഞ്ഞു. ദേ ആർ യൂസ്ഡ് ടു എൻജോയ് ദി കളക്റ്റീവ് റിസോഴ്സ് ആൻഡ് ദർ എക്സ്പ്ലോയിറ്റിംഗ് ദ ലേബർ അതർ പേഴ്സൺസ് ഒക്കെ. ഇത് ഉപയോഗിച്ച് എന്താണ് കുറെ റിസോഴ്സസ് കളക്ട് ചെയ്യാനും അതനുസരിച്ച് എന്താണ് ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതർ റീസൺസ് ഓഫ് ദ ഗ്രൂപ്പ്. ഇൻ ദിസ് വേ ദാറ്റ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വാസ് ഇൻഫീരിയർ ഇൻ കമ്പാരിസൺ. ഇൻഫീരിയർ ഗുഡ്സും വേരിയബിൾ ഗുഡ്സ് ഒക്കെ നമുക്കറിയാലോ. അപ്പൊ പ്രൊഡക്ഷനിൽ നമുക്ക് ഇൻഫീരിയർ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻഫീരിയർ ഗുഡ്സ്, അത്യാവശ്യം നമ്മൾ തീർന്നു പോകുന്ന ഗുഡ്സിനാണ് ഇൻഫീരിയർ ഗുഡ്സ്. അപ്പൊ അങ്ങനെയുള്ള മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസും കമ്പയർ ചെയ്യാനും അവൈലബിൾ അതനുസരിച്ചുള്ള അൺപെയ്ഡ് പെയിന്റ് ചെയ്യാത്ത ലേബർ, അൺപെയ്ഡ് ലേബേഴ്സിന് അവൈലബിലിറ്റി ഉണ്ടാക്കാൻ കൊടുക്കും. ഓക്കെ, അങ്ങനെ മാത്രമാണ് ഒരു എന്താ രാജ്യത്തിൽ വികസനം ഉണ്ടാവും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനും അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ചെക്ക് ചെയ്യുക പ്രോഗ്രസ്. ഡിഫൈൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ ഇൻവോൾവ് കമ്പയർ ഡിഫറെന്റ് ഇൻപുട്ട് നോട്ട് പ്രൊഡ്യൂസ് സംതിങ് ദാറ്റ് ക്യാൻ ബി കൺസ്യൂം. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പല പല ഇൻപുട്ടുകൾ ചേർന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്, കൺസ്യൂം ചെയ്യുന്ന സാധനത്തിനാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെ.
കൺസ്യൂം ചെയ്തിരിക്കുന്ന സാധനം. സോഷ്യൽ ദ ടേം മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെന്റ് തിങ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലൈഫ്. ലൈഫിൽ പ്രൊഡ്യൂസ് സോഷ്യോളജി ടേം മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് തിങ്സ്, നമ്മൾ പല പല ചിന്തകളിലൂടെ നമ്മൾ പല പല രീതിയിലൂടെ നമ്മൾ എന്തെല്ലാം പ്രൊഡ്യൂസ് ലൈഫിൽ ഉണ്ടാകുന്ന പ്രൊഡ്യൂഷനാണ് പ്രൊഡ്യൂസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, with the help of available technology, human labor is transformed in the form of energy. ഹ്യൂമൻ ലേബർ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ കൊണ്ട്, മനുഷ്യരായ തൊഴിലാളികളെ എന്ത് ചെയ്യുക, ഒരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ പ്രോസസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽ, പല പല സ്കില്ലിൽ ട്രെയിനിങ് കൊടുക്കുക, പല പല ടൂൾസുകൾ ഉപയോഗിക്കാൻ, മെത്തേഡുകൾ കൊടുക്കുക, ഇതൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് എന്താണ് ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയാണ് അതും, അല്ലെ? ഇത് പറഞ്ഞു വന്നു. അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് human societies can be better correct questions the means and course of production. Different stages of evolution of human society can be better said to means and courses of production. Mode of production which is considered to be original mode, aesthetic Asiatic mode of production. Mode of production which is considered original mode ആയിട്ട് പറയുന്നത് Asiatic mode of production ആണ്. Ancient mode of production was categorized slavery ആണ്. Ancient model slavery ആണ് കേട്ടോ പറയുന്നത്. Ancient model slavery എന്നാണ് എന്റെ ഇതിൽ പറയുന്നത്. In which mode of production ruling people use the appropriate produce of labor, feudal mode of production. Appropriate produce of labor, appropriate ആയിട്ട് ലേബറിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ feudal mode of production ആണ്. Domestic mode of production influence ചെയ്യുന്നത് subsistence needs of the unit ആണ്. Domestic mode of production യൂണിറ്റിനെ ആവശ്യമനുസരിച്ച് എത്രത്തോളം യൂണിറ്റ് വേണം അതനുസരിച്ചുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. Appropriation of female labor was given rise to ratio എന്ന് വെച്ചാൽ violent struggle over the male dominance. Male dominance ന്റെ violent struggle ആണ് റൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. സ്റ്റോൺ ഏജ് എക്കണോമിക്സ് റിട്ടൺ ബൈ ആരാണ്? സഹലിൻസ് ആണ്. സ്റ്റോൺ ഏജ് എക്കണോമിക്സ് എന്ന ബുക്ക് സഹലിൻസ് ആണ് റിട്ടൺ ചെയ്തത്. നാച്ചുറൽ ഡിവിഷൻ ഓഫ് ലേബർ, ജെൻഡർ ബേസ്ഡ് നാച്ചുറൽ ഡിവിഷൻ ഓഫ് ലേബർ, നാച്ചുറൽ ഡിവിഷൻ ഓഫ് ലേബർ ഉദ്ദേശിക്കുന്ന ജെൻഡർ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇത് പറയുന്നത്. ഇനി അപ്പൊ അടുത്തത് വാട്ട് ആർ ദ എംപ്ലോയ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫോർമൽ സെക്ടർ. ഈ ചാപ്റ്റർ തീരണം. അപ്പൊ എന്താണ് പറയുന്നത് എംപ്ലോയ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫോർമൽ സെക്ടർ? Informal sector employment characteristics of informal sector. Informal sector in India broadly characterized as consisting of units engaged in the production of goods and services. Okay, generating employment തൊഴിലില്ലായ്മ കൂടാ, അൺഎംപ്ലോയ്മെന്റ് ഫാക്ടർ കുറച്ചുകൊണ്ട് തൊഴിലാളികളെ ജനറേറ്റ് അല്ലെങ്കിൽ തൊഴിലുണ്ടാക്കി കൊടുക്കുക, അതാണ് മെയിൻ ഒരു ലക്ഷ്യം. ഇൻഫോർമൽ സെക്ടർ ഇന്ത്യ പ്രോട്ടി consisting engaged in the production engage ചെയ്യുക, അതനുസരിച്ചുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ്, തൊഴിലാളികള് തൊഴിലില്ലായ്മ ഇല്ലാതിരിക്കാനായിട്ട് തൊഴിലുണ്ടാക്കി കൊടുക്കുക, ഇൻകംസ് ഓഫ് ദ പേഴ്സൺ, ഓരോ രീതി എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പേഴ്സൺസിന് ഇൻകം വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് എംപ്ലോയ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. വിത്ത് ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഹൗ ടു റൈസ് ടു ഫിനാൻസ് ദർ ഓൺ റിസ്ക്. ഓണേഴ്സിനെ സംബന്ധിച്ച് എന്താണ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാകുന്ന ഫിനാൻസ് റിസ്ക് ആൻഡ് ആർ പേഴ്സണലി ലയബിൾ, ബാധ്യതകൾ ഉണ്ടാവും, അതിൽ വിത്തൗട്ട് ലിമിറ്റ് ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും, ഒബ്ലിഗേഷൻസ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതും ഒരു അതിന്റെ സ്വഭാവമാണ്. പിന്നെ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസ് ഇൻഫോർമൽ സെക്ടർ ഇസ് റിഗാർഡ് ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു ഇൻഫോർമൽ സെക്ടറിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും വിച്ച് ഫോം പാർട്ട് ഓഫ് ദ ഹൗസ് ഹോൾഡ് സെക്ടർ, ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് ഇക്വാലന്റ്ലി. ഇതിൽ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഫോം ഓഫ് പാർട്ട് ഓഫ് ഹൗസ് ഹോൾഡ് സെക്ടർ ആണ്. ഹൗസ് ഹോൾഡ് സെക്ടറിൽ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇൻകോർപ്പറേറ്റ് എന്റർപ്രൈസ് ഓൺഡ് ബൈ ഹൗസ് ഹോൾഡ്. അവര് എന്താണ് ഇക്വാലന്റ്ലി എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് സെക്ടറിൽ ഈക്വൽ ആയിട്ടാണ് പോകണേന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ് ഒരു എന്റർപ്രൈസസ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അത് ക്യാരക്ടറൈസ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇൻഫോർമൽ സെക്ടറിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ റിഫേഴ്സ് ടു ദ എന്റർപ്രൈസ്. അൺഓർഗനൈസ്ഡ് സെക്ടർ റെഫേഴ്സ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ. നമ്മൾ ഇതിൽ പറയുമ്പോൾ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്റർപ്രൈസ് അല്ല പറഞ്ഞു വന്നത്. അപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ റിഫേഴ്സ് ടു ദ എന്റർപ്രൈസ് ഹൂസ് ആക്ടിവിറ്റീസ് ഒരു ഫ്രാക്ഷൻ ഓഫ് ഡേറ്റ ഇസ് നോട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അണ്ടർ എനി ലീഗൽ പ്രൊവിഷൻ, ഒരു ലീഗൽ പ്രൊവിഷൻസ് ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റെഗുലർ അക്കൗണ്ട് ഇല്ല. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇൻ അഡീഷൻ ടു ദ അൺഇൻകോർപ്പറേറ്റഡ് കോപ്പറേറ്റീവ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അവിടെ പാർട്ട്ണർഷിപ്പ് ഇല്ല, കോർപ്പറേഷൻ ഇല്ല, പാർട്ട്ണർഷിപ്പ് എന്റർപ്രൈസസ് ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെയും പല പല പ്രശ്നങ്ങളും കൺസിഡർ ചെയ്യാം. സബ്ജക്ട് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ. എംപ്ലോയ്മെന്റ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ ഹാസ് ബീൻ ഓൾമോസ്റ്റ് സ്റ്റാഗ്നന്റ് ആൻഡ് സൈക്ലിക്കൽ. എപ്പോഴും തന്നെ ഒരു സ്റ്റാഗ്നന്റ് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു
ഒരു ലെവലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ അത് പോകുന്നത്. ചിലപ്പോൾ അത് സ്ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാം, അങ്ങനെയൊക്കെ വരാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സ്ലൈറ്റ്ലി ഡിക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ടായിരിക്കും നമുക്ക് കുറഞ്ഞിട്ട് പോകുള്ളൂ എംപ്ലോയ്മെന്റ് ഓഫ് ദ സർവേ. there were 44.35 million enterprises. ഇപ്പോഴത്തെ സർവേ 44.35 million പറയുന്നുണ്ട്. 79.7 million വർക്കേഴ്സ് എംപ്ലോയിഡ് ആയിട്ടുണ്ട്. നോൺ അഗ്രികൾച്ചറൽ ഇൻഫോർമൽ സെക്ടർ ഓഫ് ഇതിൽ അഗ്രികൾച്ചറിലല്ല, non-agricultural informal sector of the economy. Among the workers engaged in the informal sector, 70.21 million are full-time, but 9.5 million part-time. Among workers, ജോലിക്ക് engaged in the informal sector, 7.21 million full-time, 9.5 million part-time. Percentage of female workers, total workers 20.2% ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. What is the importance of informal sector in Indian economy? എന്തൊക്കെ informal sector Indian economy എന്തെല്ലാം importance ഉണ്ട്? അപ്പൊ about 370 million workers constituting 92% of total workforce in a country. 170 million workers constitute ചെയ്യുമ്പോൾ 92% total workforce ആണ് കൺട്രിയിൽ പറയുന്നത്. വേറെ എംപ്ലോയിഡ് പറയുന്നത് 1999-2000 NSS സർവേ പ്രകാരമാണ് ഈ എംപ്ലോയ്മെന്റ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എത്രത്തോളം വർക്ക് ഫോഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. പ്ലേസ് vital role in terms of providing employment opportunity. അപ്പൊ ഇതൊരു vital role ആണ്, play ആണ്, provide ഒരു employment opportunity in large segments of working force in the country, contributes national product significantly. നമ്മൾ ദേശീയ ലെവലിൽ പ്രൊഡക്റ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലാർജ് രീതിയിൽ ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. ലാർജ് കോൺട്രിബ്യൂഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് ഷെയർ ദ ടോട്ടൽ പിന്നെ നാഷണൽ ഡൊമസ്റ്റിക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കറന്റ് പ്രൈസ് ആകുന്ന ഓവർ 60% എന്നൊക്കെ പറഞ്ഞു. അതായത് കറന്റ് പ്രൈസസ് നമ്മൾ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് 60% ആണ് എന്നാണ് പറഞ്ഞത്, ഓവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കോൺട്രിബ്യൂഷൻ, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതൊക്കെ ഇത്രത്തോളം ശതമാനം ഓവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് തലവേദന പിടിക്കുന്നു. പിന്നെ അതനുസരിച്ച് എന്താണ് അബൌട്ട് ചൈൽഡ് ലേബർ പോളിസി. കുറെ ചൈൽഡ് ലേബർ പോളിസി ഇന്ത്യയിൽ വന്നു അല്ലെ. There are specific clauses in the draft Indian Constitution date 26th January 1950. 26th January എന്താണ് നമുക്ക് വന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ്, ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചു. About the ചൈൽഡ് ലേബർ പോളിസി, അങ്ങനെ അതിന്റെ കൂടെ തന്നെ ചൈൽഡ് ലേബർ പോളിസി ഇന്ത്യ ഫോം ചെയ്തു. They are conveyed through different articles of fundamental rights. അല്ലെ, ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ആ മൗലിക അവകാശങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത്. റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന് മലയാളം കറക്റ്റ് എന്താ പറയാ, ഒരു സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നമുക്ക് ജീവിക്കുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പോളിസികളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞൊരു ഇതുണ്ട്. ഡൗൺ ഫോർ സ്പെസിഫിക് പോളിസി ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39E ചൈൽഡ് ലേബറിന് വേണ്ടിയുള്ള കുറെ പോളിസികളാണ്, പോളിസി റെഗുലേറ്റിംഗ് ആണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 14 എന്താണ്? ബാലവേല നിരോധന നിയമം, അല്ലെങ്കിൽ നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിലിലേക്ക് ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ബാലവേല നിരോധനം, ബാലവേല ആയിട്ടാണ് നമുക്ക് കാണുള്ളൂ. ആർട്ടിക്കിൾ 39E പറഞ്ഞ സ്റ്റേറ്റ് ഷാൾ ഡെവലപ്പ് പോളിസി ടുവാർഡ്സ് സെക്യൂറിംഗ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ്. 39E എല്ലാവരും ഈ പോളിസി ഡയറക്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത്, വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആരോഗ്യവും ആരോഗ്യപരം അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ആരോഗ്യവും കഴിവും അതിനെ സെക്യൂർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് 39E. Men and women and tender age of children are not abused, they are not forced. ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ സൊസൈറ്റിയിൽ അവരെ അതനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണം. ആർട്ടിക്കിൾ 39 ഈ 39 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇത്. 39 പറയുന്നത് തൊഴിലിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടതാണ്. 39 40 ഗ്രാമത്തിനെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ ഒരു ആർട്ടിക്കിൾ പറയുന്നത്, ഗ്രാമീണ പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നത്, ഗ്രാമത്തിലെ തൊഴിലാളികളെ കുറിച്ച് പറയുന്നത് 40 39 ഈ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ആർട്ടിക്കിളാണ്. 39F children shall be given opportunities and facilities to develop in a healthy manner. കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും പല ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു. ഹെൽത്തി മാനേഴ്സ്, ഹെൽത്തി വെച്ച് ആരോഗ്യപരമായിട്ടുള്ള ജീവിത രീതികൾ, അതിന്റെ മാനർ കണ്ടീഷൻസ്, അവർക്ക് ജീവിക്കുന്ന ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തു. മോറലായിട്ട് അവർക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവർക്ക് ഫുഡ് പ്രൊഡക്ഷൻസ്, ഫുഡും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കിട്ടുക, ചൈൽഡ് ഫുഡ് യൂസ് ആയി അതിനൊക്കെ അതനുസരിച്ച് ഫ്രീഡം കൊടുക്കാം.
healthy manner conditions. അതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 39 F പറയുന്നത്. ആർട്ടിക്കിൾ 45 state shall endeavor to provide within a period of 10 years from the commencement of constitutional free and all compulsory education. അതായത് 45 shall provide within a period of 10 years. 10 വർഷത്തിനുള്ളിൽ from the commencement of constitutional free. 10 വർഷം വരെ 10 വയസ്സ് വരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രീ ആണ്, ഓൾഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് പറയുന്നത് അല്ലെ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി ഓൾഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ കം ടു ദി ഏജ് ഓഫ് 14 years വരെ അവർക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയതാണ് ആർട്ടിക്കിൾ 45. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമുക്ക് പറയാലോ കൈലേഷ് സത്യാർത്ഥി എന്ന് പറഞ്ഞ ആൾ എന്താണ് 2014 നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ്. അപ്പൊ അയാൾ എന്താണ് കുട്ടികൾക്ക് എതിരെയും കുട്ടികളുടെ പോഷക ഫുഡിനെ കുറിച്ചും അതിനെക്കുറിച്ചും ബാധിച്ച ഒരു ആളാണ്. അയാൾക്കാണ് അന്ന് എന്താ ഒരു നോബൽ പ്രൈസ് കിട്ടിയില്ലേ, കൈലേഷ് സത്യാർത്ഥി എന്ന് പറഞ്ഞ ആള്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അപ്പൊ ഇന്ത്യൻ സിൽക്ക് ഇൻഡസ്ട്രീസ് ചൈൽഡ് ലേബറിലൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 100 and thousands of children are toiling bounded labor in India's silk industries. 100 and 1000 children, കുട്ടികള് toiling bounded labor in India's silk industry and the government is not able to do anything protecting these rights. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏബിൾ ചെയ്യുന്നില്ല ഇങ്ങനെ ഇന്ത്യൻ കുട്ടികളിലെ തൊഴിൽ കയറ്റുക. അവർക്ക് എപ്പോഴും എന്താണ് അവർക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ചിൽഡ്രൻ ആർ വർക്കിംഗ് ഇന്ത്യ സിൽക്ക് ഇൻഡസ്ട്രി വിർച്വലി സ്ലേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർണാടകയാണ് മേജർ സിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ കേട്ടോ. നോക്കിയേ ചെയ്യാം. കർണാടക is a major silk producing state in India. It is a major producer of Indian silk thread. Indian silk thread നൂലുകൾ ഉണ്ടാക്കുന്ന മേജർ പ്രൊഡ്യൂസർ ആണ് കർണാടക സ്റ്റേറ്റ്. അപ്പൊ the production depends completely on labor bound children under the age of 40. പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ലേബർ ബോണ്ട് ചെയ്യുന്ന ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 30. 14 താഴെയുള്ള കുട്ടികളായിരുന്നു മോസ്റ്റ് ഓഫ് ദ ബൗണ്ടഡ് ചിൽഡ്രൻ. either മുസ്ലിംസ് ആൻഡ് ദളിത്തിലുള്ള കുട്ടികളായിരുന്നു മോസ്റ്റ് ഓഫ് ബൗണ്ടഡ് ചിൽഡ്രൻ ആയിട്ട് വന്നത്. Children as young as 9 years are tied between 9 years are tied and beaten with the belts if they don't do the work properly. Supervisors and owners of these industries. അവിടെ കറക്റ്റ് ആയിട്ട് വർക്ക് പ്രോപ്പർലി ആയിട്ട് നടക്കുന്നില്ല. സൂപ്പർവൈസേഴ്സും ഓണേഴ്സുമായി ഇൻഡസ്ട്രിയിൽ ഉണ്ടായില്ല. അപ്പൊ അവിടുത്തെ യങ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു അവിടെ എന്തായാലും കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പൊ children who work in silk factories are kept behind covers being pushed to no individual homes into. അവർക്ക് എന്തെങ്കിലും ചിൽഡ്രൻ ഹു വർക്ക് ഇൻ സിൽക്ക് ഫാക്ടറീസിലാണ് വർക്ക് ചെയ്യുന്നവർ ഓരോരുത്തരും ബിഹൈൻഡ് കവർ. അവർക്ക് കവറിംഗ് ഇല്ല, സേഫ്റ്റി ഇല്ല, സേഫ്റ്റി സെക്യൂർ ഇല്ല. ബീങ് പുഷ്ഡ് ഇൻ ഇൻഡിവിജ്വൽ ഹോംസ്, അവർക്ക് എന്താണ് സ്വന്തമായിട്ടുള്ള ഹോമില് പുഷ് ചെയ്യുന്നില്ല. തമിഴ്നാട് ഇൻ സൗത്ത് ഇന്ത്യ ഹോം ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബൗണ്ടഡ് ചിൽഡ്രൻ. തമിഴ്നാട് അല്ലെ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട് ഭാഗത്താണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കുട്ടികൾ എന്താണ് തൊഴിൽ ഈ വീടുകളിൽ താമസിക്കുന്നവർ ഇവിടുന്നാണ് തൊഴിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു പോകുന്നുട്ടോ. അപ്പൊ നിങ്ങൾ അഡൽട്ട് ഫുഡിൽ ഇംപ്രവൈസ് ചെയ്യുന്ന അങ്ങനെ കുറെ ഇല്ലിട്രേഷൻ ആയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നമ്മൾ പിന്നീട് എന്താണ് നിയമങ്ങൾ വന്നപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായി. അതൊക്കെയാണ് പറഞ്ഞത്. Right in northern bonded child labor in India. The most inhuman and the onerous from child exploitation age of old practice founded in India. എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ വലിച്ചേരി പഠിക്കേണ്ട. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ചോദിക്കില്ല. അപ്പൊ പ്രാക്ടീസ് ഇതിൽ പറയാനുള്ള കാര്യം, പ്രാക്ടീസ് ഓഫ് ബോണ്ടഡ് ചൈൽഡ് ലേബർ പ്രിവലന്റ് ഇൻ മെനി പാർട്സ് ഓഫ് റൂറൽ ഇന്ത്യ. നമ്മൾ ഒരു ചൈൽഡ് ലേബർ കുട്ടികളെ തൊഴിലിനെ ഏർപ്പെടുത്തുന്നത് ഒരു മെനി പാർട്സ് റൂറൽ ഇന്ത്യയിൽ മെനി പാർട്സ് ഓഫ് നമുക്ക് കാണാവുന്ന കാര്യം. ബട്ട് ഇറ്റ്സ് വെരി കോൺസ്പിഷ്യസ്ലി ഇൻ ദ വെല്ലൂർ ഡിസ്ട്രിക്ട് ഇൻ തമിഴ്നാട്. ഏറ്റവും കൂടുതൽ കോൺസ്പിഷ്യസ് ആയിട്ട് പറഞ്ഞത് വെല്ലൂർ ഡിസ്ട്രിക്ട് ഇൻ തമിഴ്നാടാണ്. ബട്ട് എ ബോണ്ടഡ് ചൈൽഡ് is allowed to reside with his parents. The presence himself at 8 AM. അവര് ഹിസ് എ ബോണഡ് ചൈൽഡിന് എന്താണ് അലോ ചെയ്തിരിക്കുന്ന ഒരു സമയം, പേരൻസ് അത് അലോ ചെയ്തിരിക്കുന്ന പ്രസൻസിൽ അവരുടെ പ്രസൻസിൽ തന്നെ ജോലി 8 AM to every day ആണ്. പ്രാക്ടീസ് ചൈൽഡ് ബോണ്ട് നെവർ പ്രസൻസ് ലൈക്ക് കറേജ് ഓഫ് ഹ്യൂമാനിറ്റി സ്പൈറ്റ് ഓഫ് മെനി ലോസ് ആൻഡ് അഗെയിൻസ്റ്റ്. അവിടെ ആ ലോയിനെ കുറിച്ചൊന്നും അറിവില്ലായ്മയെ കൊണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാ സ്റ്റേറ്റുകളിലും അതിനനുസരിച്ച് ലോയും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയില്
ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊക്കെ എഴുതി വെക്കാം. കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, വൺ ഓഫ് ദ മെയിൻ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യ, കാസ്റ്റ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയില് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ നമുക്കറിയാലോ, ജാതി സമ്പ്രദായം എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികള് ചില നമ്മുടെ പറയാ ഇച്ചിരി കൂടി ബ്രാഹ്മിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടി കാസ്റ്റ് മുതിർന്നവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ അവരുടെ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ ഈ ലളിതായിട്ടുള്ള കുട്ടികൾ ഇരുത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അവരെ തറയിൽ ഇരുത്താം, ബെഞ്ചിൽ ഇരിക്കുന്നവര് വലിയ വലിയ ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റംസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പിന്നീടാണ് കൊണ്ടുവന്നത് അല്ലെ. പിന്നീട് ഇയർലി 2000 അല്ലെങ്കിൽ 2000 അല്ല, ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. എത്രത്തോളം ലോ ഉണ്ടായാലും അതിന് മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും കുറെ മാറ്റങ്ങൾ ഇനിയും വരാൻ നമ്മുടെ സമൂഹത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് ക്യാമ്പയിൻസും പബ്ലിക് അവയർനെസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് അതിന് വേണ്ടി നടന്നു. അതിനു വേണ്ടി ഒരുപാട് റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ഏരിയാസിന് കുറെ സ്കീമുകൾ കൊണ്ടുവന്നു. ഗവൺമെന്റ് എന്താ പറയാ, കുറെ ആക്ഷൻ സ്കീമുകളൊക്കെ കൊണ്ടുവന്നു. അതിനു വേണ്ടി അവർക്ക് അവയർനെസ് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഇത് ഈ കുട്ടികളുടെ തൊഴിൽ നിരോധനവും പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള സന്ദർഭം കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ ഭായിമാരെ ജോലി ചെയ്യാൻ വരുന്നവരെ തന്നെ അറിയാം, ഇവർ ചിലവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും, വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ഈ ജോലിക്ക് വരും. ചിലവരെന്താണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം എന്തിനാണ് അതിന്റെ അവയർനെസ് ഇല്ലാത്ത കുട്ടികളാണ് ഈ എന്ത് ജോലി എടുക്കാൻ വരുന്നവരുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് എക്സ്റ്റെൻഡ് ഓഫ് ലൈഫ് ടൈമിൽ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷെ എന്താണ്, കുട്ടികൾ പലവരും ഇതുപോലത്തെ ജോലികൾ ചെയ്ത് എന്താണ് അവർക്ക് പ്രോപ്പർ ഫുഡ് പ്രൊഡക്ഷൻസ് അതായത് നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് മരണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചൈൽഡ് ലേബറിന്റെ എന്താണ് റിയൽ സിറ്റുവേഷൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പോലീസുകൾ ഇത് പറഞ്ഞത്. ചൈൽഡ് ലേബർ മീൻസ് വർക്കിംഗ് ചൈൽഡ് അല്ലെങ്കിൽ എംപ്ലോയിഡ് ചൈൽഡ്, കുട്ടികൾ തൊഴിലിലേക്ക് ഏർപ്പെടുക. ചൈൽഡ് ലേബർ ഇസ് എ derogatory term which translates child exploitation, inhumanity upon sociologists, development workers, medical professionals and educationalists എന്നൊക്കെ പറഞ്ഞ പോലെ they have identified child labor harmful and hazardous to the child's development itself. കുട്ടികളുടെ ഒരു വികസനവും ആവശ്യമായ കാര്യങ്ങളൊന്നും നമ്മളവിടെ എല്ലാം കുട്ടികളെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുക, ബോത്ത് mentally physically അവരെ ടോർച്ചർ ചെയ്യുക. We've observed in India, other countries that practice child labor is socio-economic problem. But child labor is a socio-economic problem in India. Many spawning realities like poverty. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കൂടുതലും കുട്ടികളെയും അത് വിടാൻ കാരണം? മെനി അക്കാലിക് റിയാലിറ്റീസ് ലൈക്ക് പോവർട്ടി, ദാരിദ്ര്യം, വിദ്യാഭ്യാസം ഇല്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ലോ വേജസ്, തീരെ കുറഞ്ഞ വേതനം, ignorance, social prejudice, regressive tradition, poor standard of living, backwardness, superstition, low status of women, and combined give birth for terrible practice of child labor. Mr. Madan and Deputy Director in the Ministry of Labor, Madan ആണ് കേട്ടോ, അയാൾ എന്താണ് മദൻ എന്നാണ്, സോറി, Mr. Madan, Deputy Director in the Ministry of Labor, has been quoted as saying that the children are required to seek employment either to augment the income of their families, to have gainful occupation, the absence of availability of the school. അതായത് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് അവൈലബിലിറ്റി കുറവാണ്. അതായത് നമ്മൾ ഇന്നിപ്പോ ഒരു കുട്ടികളെ സ്കൂളിൽ പൊഴിഞ്ഞു പോക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മളൊരു 25 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ 10 കുട്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിൽ പൊഴിഞ്ഞു പോക്ക് നിർത്തി അവൈലബിലിറ്റി കുട്ടികൾ സ്കൂളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. ഡെപ്യൂട്ടി ഡയറക്ടർ മിസ്റ്റർ മദൻ മുഖേന മിനിസ്റ്റർ ഓഫ് ലേബർ ഹാസ് ബീൻ quoted saying that children are required to seek employment either to augment of income of other families. ഫാമിലീസിന് ഇൻകം കിട്ടുന്നതിന് വേണ്ടി പല പല സ്കീമുകൾ അവർ കൊണ്ടുവരുന്നു അല്ലെ. അങ്ങനെ സ്കൂളിലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിർത്തി അവർക്ക് അതനുസരിച്ചുള്ള ജോലി, ഈ പേരൻസിന് അതനുസരിച്ചുള്ള ഒക്യുപേഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. VV Giri, former president of India, arrived to concept of child labor first as a bad economic practice and second as over social evil. VV Giri എന്ന് പറഞ്ഞൊരു നമ്മുടെ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലെ ഫോമർ പ്രസിഡന്റ് ആണ്. അതിൽ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ലേബറിന് കൊണ്ടുവന്നു. ഫസ്റ്റ് ആസ് എ ബാഡ് എക്കണോമിക് പ്രാക്ടീസ്, നല്ല ബാഡ് എക്കണോമിക് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട്, പിന്നെ എന്താണ് സെക്കൻഡ് ആസ് എ ഓവർ സോഷ്യൽ ഇവിൽ, ഓവർ ആയിട്ടുള്ള സോഷ്യൽ ഇവിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് ചൈൽഡ് ലേബർ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഫാമിലി ഇൻകം. കൂടുതലും കുട്ടികൾ പോകുന്നതിന് കണ്ട ചൈൽഡ് ലേബർ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്, അതായത് പൈസ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വീട്ടിൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഇതുകൊണ്ടാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് കോണ്ടെക്സ്റ്റ് നെയിം ചൈൽഡ് ലേബർ സോഷ്യൽ ഇവിൽ. സോഷ്യലി കോംപ്ലക്സ് ഇൻ നേച്ചർ ഇൻ എക്സ്റ്റെൻഡ്, അതായത് നമ്മുടെ സ്വഭാവം
namely കുട്ടികൾക്ക് സോഷ്യൽ സമൂഹപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തില്ല. അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. നേച്ചർ ഓഫ് ഡെവിൾ സ്വഭാവം ഡാമേജ് ക്യാരക്ടർ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡാമേജ് പ്രശ്നങ്ങളും അതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അവര് കൂടുതൽ എന്ത് ചെയ്യും, അവർക്ക് ഈ സ്റ്റഡിയിനോട് അല്ലെങ്കിൽ പഠിക്കുന്നതിനോടൊക്കെ ഒരു ഇത് ഇഷ്ടമല്ല. ഒരു സ്ഥലത്ത് പോയി അടിഞ്ഞു ഒതുങ്ങിയിരിക്കാന്നൊന്നുമില്ല. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് കുട്ടികളെ തന്നെ മാറ്റുക. അപ്പൊ സോഷ്യൽ ലിവിലേക്ക് മാറും അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ഇതാണ്. പിന്നെ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്, ടെക്നിക്കലി ആയിട്ടുള്ള ജോലി, അങ്ങനെയായിട്ടുള്ള ജോബുകൾ ഉണ്ടല്ലോ, ടെക്നിക്കലി കോഴ്സുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറെ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയൽ ആൻഡ് നോൺ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ യുവർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എക്സാം എഴുതുമ്പോൾ എഴുതാം. ഓക്കെ, അപ്പൊ എഴുതലും ജസ്റ്റ് പോവർട്ടി ആൻഡ് ഓവർകം കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് പോവർട്ടി ആൻഡ് അൺപോവർട്ടി? പോവർട്ടി ദാരിദ്ര്യമാണല്ലേ. അപ്പൊ ഓവർ പോപ്പുലേഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, ദാരിദ്ര്യം നമ്മുടെ രാജ്യത്തേക്ക് കയറുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഓവർ പോപ്പുലേഷൻ ഉണ്ടായ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, ഹൗസ് ഉണ്ടാവില്ല, ഭക്ഷണം ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഹ്യൂമൻസിന് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പൊ ചൈൽഡ് ലേബർ ഐഡന്റിഫൈഡ് 2 മെയിൻ കോസസ് ഓഫ് ഓവർ പോപ്പുലേഷൻ ഹാവ് ബീൻ ഐഡന്റിഫൈഡ്. അപ്പൊ കുട്ടികൾ എന്താണ് പെട്ടെന്നുള്ള മാരേജ് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ഇതില്ലാത്തതുകൊണ്ട് എന്താ പറയാ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിത രീതിയിലേക്ക് മാറും അല്ലെ. പേരൻസ് ആർ ഫോഴ്സ്ഡ് ടു സെൻഡ് ലിറ്റിൽ ചിൽഡ്രൻ ടു ഹസാർഡസ് ജോബ്സ് ഓഫ് റീസൺ. കുട്ടികളെ ഫോഴ്സ് ചെയ്ത് ജോലിയിലേക്ക് ഏൽപ്പിക്കുക, പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രീതിയാണ്. മോണിറ്ററി കൺസ്ട്രെയിൻസ് ആർ ദ നീഡ് ഓഫ് ഫുഡ്. ഒരു മോണിറ്ററി കൺസ്ട്രെയിൻസിന്റെ ആവശ്യമായി മാറി പിന്നെ ഫുഡ് അല്ലെ. പൈസ കിട്ടിയില്ലെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയാ ഭക്ഷണം കൊടുക്കില്ല. കുട്ടികൾ തന്നെ ഒരുപാട് പണി എടുപ്പിച്ചിട്ടാണ് ഭക്ഷണം പട്ടിണി എടുത്ത. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ, പട്ടിണി കിടന്നിട്ടായാലും പട്ടിണി കിടക്കണ്ടല്ലോ, ഭക്ഷണം കിട്ടൂലെന്ന് വിചാരിച്ച് ഓവറായിട്ട് പണിയെടുക്കുകയും അപ്പൊ അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിവേ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 24 കേട്ടോ. 14 നമ്മൾ ഏജ് ഓഫ് കുട്ടികള് നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജോലിയിലേക്ക് ഏർപ്പെടുത്തുന്ന കേസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത് വെച്ചാൽ it's imperative basic treatment of Article 24 Indian Constitution prohibiting the employment of child 14 years താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ നിരോധനമാണ് ആർട്ടിക്കിൾ 24. അതാണ് തൊഴിൽ നിരോധനം പറയുന്നത് കേട്ടോ. അതായത് ബാലവേല നിരോധനം 24 ആണ് ആർട്ടിക്കിൾ പറഞ്ഞത്. മറ്റേ 14 years താഴെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് തൊഴിൽ എടുക്കാന്നല്ല, അവരെ തൊഴിലേക്ക് ജോബിലേക്ക് ഏർക്കരുത്. അതായത് ബിലോ ദ ഏജിലുള്ള കുട്ടികളെ ഫാക്ടറിയിലെ ജോലിക്ക് എൻഗേജ് ചെയ്യാൻ ഹസാർഡസ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു പോസ്റ്റാണ് ആർട്ടിക്കിൾ 14. രണ്ട് ആർട്ടിക്കിൾസ് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എനിവേ നെക്സ്റ്റ് ഡേ നമുക്ക് ആഫ്റ്റർ കണ്ടിന്യൂ ദ ക്ലാസ് കേട്ടോ. ഇപ്പൊ 1 മണിയായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.